ദുൽഹിജ്ജ 9, നാളെയാണ് കേട്ടോ അറഫാ സുദിനം. ഹാജിമാർ ഇന്ന് അവർക്ക് ദുൽഹിജ്ജ 9 അറഫാ സുദിനമാണ്. അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദിവസം. ഈ അറഫ സുദിനം എന്നത് ലോകത്ത് അല്ലാഹു നൽകിയ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഏറ്റവും ശ്രേഷ്ഠമായ പകൽ യൗമു അറഫ, പിന്നെ യൗമുൽ ജുമുഅ, പിന്നെ യൗമു ഈദുൽ അദ്ഹ അഥവാ വലിയ പെരുന്നാളിൻ്റെ സുദിനം, മറ്റൊന്ന് ഈദ് യൗമുൽ ഫിത്തർ, പിന്നെ ചെറിയ പെരുന്നാളിൻ്റെ സുദിനം. ഇങ്ങനെയാണ് മഹാന്മാർ ശ്രേഷ്ഠമായ സുദിനങ്ങളെ എണ്ണിയതായി കാണാൻ കഴിയുന്നത്. ഈ സുദിനത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയും. അന്ന് പകലിൽ നമ്മൾ നോമ്പ് പിടിക്കുന്നു, ശക്തിയേറിയ സുന്നത്താണ്. അതിൻ്റെ രാവും പകലുമെല്ലാം അള്ളാഹുവിലേക്ക് പ്രാർത്ഥന കൊണ്ടെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രവാചകനും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഈ സുദിനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നമ്മൾ ധാരാളമായി പെരുപ്പിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമുക്ക് തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും ഒക്കെ പെരുപ്പിക്കാൻ പ്രവാചകന്റെ ഹദീസ് വന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന മന്ത്രവും നമുക്ക് പെരുപ്പിക്കാവുന്നതാണ്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഹദീസിനെ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും ഈ അറഫാ സുദിനത്തിൽ 1000 വട്ടം ചൊല്ലിയാൽ അഅ്താ മാ സഅൽ, അവൻ ചോദിക്കുന്നതെല്ലാം അള്ളാഹു അവന് നൽകുമെന്നാണ്. അപ്പോൾ ഏതായാലും ഈ സുദിനത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ നോമ്പ് കൊണ്ടും മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ടും ദിക്റുകൾ കൊണ്ട് തസ്ബീഹുകൾ കൊണ്ട് അതുപോലെ പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫാ ദിനത്തിലെ ദുആയാണ്. അത്രത്തോളം മഹത്വമേറിയ ഒരു പ്രാർത്ഥനയില്ലെന്നർത്ഥം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊരു പഞ്ഞവും വരുത്തരുത്. നമ്മൾ പരമാവധി അതിൻ്റെ രാവും പകലും അള്ളാഹുവിനോട് പ്രാർത്ഥന കൊണ്ടെടുക്കുക. ഹാജിമാരുടെ ഹജ്ജ് സ്വീകരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യുക. അവർക്ക് മാത്രമല്ല അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. ആർക്കൊക്കെ പൊറുക്കലിനെ ചോദിക്കുന്നു, ആർക്കൊക്കെ പാപമോചനം ചോദിക്കുന്നു, അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. അവരുടെ പ്രാർത്ഥനകളിൽ നമ്മയും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അവരുടെ ഹജ്ജും ഉംറയും എല്ലാം അള്ളാഹു മഖ്ബൂലും മബ്റൂറുമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. വാഹിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.